സ്റ്റാഫ് വേണ്ട, എവിടെ ഇരുന്നും ചെയ്യാം. ഏഹ് ഇത്രയും സൗകര്യം RCM തരുമ്പോൾ, അതായത് മറ്റ് സർക്കാർ ഓഫീസുകളിലും പ്രൈവറ്റ് മേഖലകളിലും ഒക്കെ എന്തോരം നിയന്ത്രണങ്ങളാണെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ പ്രവിത മാഡം കൊടുങ്ങല്ലൂർ ഒരു പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടുത്തെ മുതലാളി, അവിടുത്തെ മാനേജർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സാറേ, എനിക്ക് അവധിയൊന്നും തന്നില്ല, എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റണില്ല. പക്ഷെ അവരത് ഈ ഒരു സിസ്റ്റം അവര് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഇതാവണേ. സെയിൽസിന് ഇറങ്ങാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ എന്തോ ആയിരിക്കാം. ജോലി എന്ന് പറയുന്ന ആ ഒരു മായാലോകത്ത് പെട്ടുപോയിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു മോചനം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 2-3 വർഷം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിലയിലേക്ക് എത്താൻ പറ്റും. RCM ബിസിനസ് ശക്തമായി ചെയ്യണമെങ്കിൽ ഒരു ചിന്താഗതി വേണം. എൻ്റെ ഡ്രീമാണ് എൻ്റെ ഇന്ധനം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി വേണം. അതായത് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവണം, ശക്തമായ സ്വപ്നങ്ങൾ ഉണ്ടാവണം. എന്നാലും മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. സ്വപ്നങ്ങൾ ഞാൻ വീട് വാങ്ങണം, കാർ വാങ്ങണം എന്നുള്ള എന്താ പറയുക, ഒരു കത്തി ജ്വലിക്കുന്ന എന്തെങ്കിലും ഒരു സ്വപ്നം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും. RCM വിജയിക്കാൻ തീരുമാനമെടുത്താൽ എന്ത് ചെയ്യണം? അതിന്റെ താക്കോല് നിങ്ങളുടെ നാട്ടുകാർക്കും കുടുംബത്തിനും സ്വന്തക്കാർക്കും കൊടുത്താൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ RCM ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി നിങ്ങളുടെ സ്വന്തക്കാരോട് പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, അയൽവക്കക്കാരോട്. അവരാദ്യം എനിക്ക് വേറെ പണിയില്ലടാ, വേറെ വല്ല ജോലിക്ക് പോകുന്നു, ഈ ആളെ ചേർക്കുന്ന പരിപാടി, ഈ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനൊന്നും പറ്റൂല. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാണ്. ഇത് എന്നെ ജോയിൻ ചെയ്യിച്ച ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന സമ്പ്രദായമാണ്. നീ അതുകൊണ്ട് ഇതിനകത്തും ചെല്ലാം, നീ എവിടെയെങ്കിലും ഇത്രയും വിദ്യാഭ്യാസം ഉള്ളതല്ലേ, നീ പോയി ജോലി അന്വേഷിക്കുക. അതോടുകൂടി RCM ജോയിൻ ചെയ്ത ആള് ആ സ്വന്തക്കാരന്റെ, ബന്ധക്കാരനെയും നാട്ടുകാരനെയും കൂട്ടുകാരനെയും ആ താക്കോലും എടുത്ത് നേരെ വീട്ടിൽ വന്നിരുന്നു. പിന്നെ ഓരോ ജോലി സ്ഥലത്തേക്ക് അപേക്ഷകൾ അയച്ചു തുടങ്ങി. RCM ആ സാധ്യത, കാരണം ഒരു വിവരവും RCM കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുടെ അടുത്ത് നിന്നിട്ടാണ് RCM കുറിച്ച് പറഞ്ഞ് അവരുടെ വാക്ക് കേട്ട് നിർത്തുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആ താക്കോല് അവരുടെ കൈ കൊടുക്കരുത്. ആ താക്കോല് നിങ്ങൾ നേരെ നിങ്ങളുടെ ലീഡർമാരുടെ കയ്യിലേക്ക് കൊടുക്കും. അവര് പറഞ്ഞു തരും നിങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും. ഇപ്പൊ ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു പുകമറയുണ്ട് ഇത് ചെയ്യാതിരിക്കാനുള്ള. ആ പുകമറയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെയിൽ ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലും പരസ്യം ചെയ്തിട്ട് ഓർഡർ എടുക്കാം. ദിവസവും സ്റ്റാറ്റസ് വയ്ക്കുക, എല്ലാം ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതിനകത്ത് നിങ്ങളുടെ നമ്പറും വെച്ചിട്ട് സ്റ്റാറ്റസുകൾ വെക്കുക. നിങ്ങളുടെ റെസിഡൻഷ്യൽ ഗ്രൂപ്പുകളിൽ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ, അവര് ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നവരെ നിങ്ങളുടെ പരസ്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഇതിൽ നിന്ന് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയ നിങ്ങളുടെ ഫോട്ടോ സഹിതം എല്ലാം ഓരോ ഗ്രൂപ്പുകളിലും ആൾക്കാരെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ ഇടുക. അപ്പൊ മാക്സിമം സോഷ്യൽ മീഡിയ എന്തായാലും നമ്മൾ ഇന്റർനെറ്റിന് 399 രൂപ അടയ്ക്കണം. അപ്പൊ അത് മാക്സിമം നമ്മളൊരു മാസം നമ്മൾ ഉപയോഗിച്ചോളണം. ആ സോഷ്യൽ മീഡിയയിൽ ഇന്റർനെറ്റ് മാക്സിമം ഉപയോഗിച്ചോളണം. എന്ന് പറഞ്ഞാൽ റീല് കാണാനും സിനിമ കാണാനും ഇത് കണ്ടിരുന്ന സമയം കളയാനല്ല, RCM വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. ഓക്കെ, ഇത് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇതുപോലൊരു ബോർഡ് എന്തായാലും വയ്ക്കണം. പിന്നെ RCM നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. സുരേഷ്, RCM ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ, എൻ്റെ ID നമ്പർ, എൻ്റെ ഫോൺ നമ്പർ, ഈ ഒരു ഫോട്ടോ, ഇത് എവിടെ കിട്ടും സുരേഷ് സാറേ? ഫോൺ വിളിച്ച് ചോദിക്കണ്ട. നേരെ ഇതൊക്കെ പ്രിന്റ് ചെയ്യണ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതുപോലെ
ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അളക്കുന്ന ടേപ്പും കൊണ്ട് വഴി കൂടി നടക്കുക. എവിടെയെങ്കിലും ഡോക്ടർമാരുടെ വീടോ അഡ്വക്കേറ്റുമാരുടെ വീടുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ മുമ്പിൽ തൂങ്ങി കിടക്കുന്ന ബോർഡിന്റെ അളവ് ആ ടേപ്പിൽ എടുത്തിട്ട് ഒരു കടലാസിൽ അതിന്റെ അളവ് എഴുതി അതിന്റെ ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫ്ലെക്സ് അടിക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നിട്ട് ഇത് കാണിച്ചിട്ട് ഈ ഒരു മാറ്റർ ഇതുപോലെ എൻ്റെ ഫോട്ടോ അല്ല വെക്കേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ ആണ് വെക്കേണ്ടത്. അത് ഓർമ്മ വേണം. ഇത് സുരേഷ് സാർ ഫോട്ടോ വെക്കണം പറഞ്ഞിട്ട് സുരേഷ് സാറിന്റെ ഫോട്ടോ അല്ല വെക്കേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ വയ്ക്കുക. ഇതുപോലെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ID നമ്പർ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തൂക്കിയിടുക. അപ്പൊ ഈ ബോർഡ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താണ് പുതിയ പരിപാടി, എന്താ ഇവിടെ? ഞാൻ ഇതിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടറാണ്, ആർട്സ് ബ്രാൻഡ് സാധനങ്ങളുടെ. അപ്പൊ ഇതിന്റെ സെയിൽസ് ഉണ്ട്, ഞാൻ പല സ്ഥലത്തും സെയിലിനുണ്ട്. അപ്പൊ കമ്പനി പറഞ്ഞു ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കണം എന്നാണ്. ഞാൻ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവരോട് ഒരു വർത്താനം നമ്മൾ പറയണം. അതല്ലേ? അപ്പൊ എന്തൊക്കെ സാധനം ഉണ്ട് ഇവിടെ? എന്റെ വീട്ടിലേക്ക് ഞാനിപ്പോ ഷോക്കേസിലാണ് വെച്ചിരിക്കുന്നത്. നേരെ അകത്ത് വീട്ടിൽ കൊണ്ടിരുത്തണം, ഷോക്കേസിൽ എഴുതണം. വൈഫിനോട് അല്ലെങ്കിൽ പറയണം ഒരു കട്ടൻ ചായ, പാൽ ചായ എടുക്കരുത്, കട്ടൻ ചായ എടുക്കണം. ആർസിഎമ്മിന്റെ തേയിലകളിൽ കട്ടൻ ചായയും ആർസിയും 2 ബിസ്ക്കറ്റും വന്ന ആൾക്ക് കൊടുക്കണം. അയാൾ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. വളരെ കൃത്യമായ മറുപടി കൊടുക്കുക. അതിലൂടെ ഒരു ജോയിനിങ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബോർഡ് വെക്കാനായിട്ട്. പറ്റൂലേ? വെക്കണം. എന്താ ഞാൻ അതിന്റെ അളവും നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ആർസിഎം ഷോപ്പുകൾ, അതായത് ഇപ്പൊ ഓരോ വണ്ടർ വേൾഡ് ക്യുക്കുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ 9-10% കമ്മീഷൻ കിട്ടും. അത് 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഷോപ്പ് ലഭിക്കുന്നത്. ആർസിഎമ്മിൽ എല്ലാവിധ ഏറ്റവും വലിയ മാസ വരുമാനം നേടാം, 100 മുതൽ 50 ലക്ഷം വരെ. അത് ടീം ബിൽഡിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. ടീം ബിൽഡിംഗ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പരസ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. ആ കസ്റ്റമറുടെ അടുത്ത് ഇതിന്റെ ബിസിനസ് അവസരം പറഞ്ഞു കൊടുത്ത് അതിലൂടെ നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാം. ടീം ബിൽഡ് ചെയ്യുന്നത് 23 സ്റ്റെപ്പായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ അത് നാളെ ഞാൻ പറഞ്ഞു തരും. എന്നിട്ട് നാളെ അതും കൂടി പറഞ്ഞു തന്നതിന് ശേഷം അടുത്ത ദിവസം മുതൽ ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുത്തതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ ക്ലാസ് എടുക്കണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും, നിങ്ങൾ ക്ലാസ് എടുക്കണം. ഓക്കെ ആണല്ലോ? ഇന്നത്തെ നമ്മുടെ ഈ സ്ക്രീൻ ഷെയർ ക്ലാസ്